എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് അള്ളാഹുവിനോടുള്ള ഇഷ്ടം കഴിഞ്ഞാൽ പിന്നീട് നാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാചക സ്നേഹം നിർബന്ധമായ ഒരു കാര്യവും കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാൾക്ക് സ്വന്തം പിതാവിനേക്കാളും സന്താനത്തെക്കാളും മുഴുവൻ മനുഷ്യരെക്കാളും ഏറ്റവും പ്രിയപ്പെട്ടവൻ ഞാനാകുന്നതുവരെ നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാകുകയെന്നില്ല. മുസ്ലിം ഉദ്ധരിച്ച ഹദീസിലാണ് ഇപ്രകാരം കാണാൻ സാധിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായത്തിലെ 6-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, പ്രവാചകൻ സത്യവിശ്വാസികൾക്ക് സ്വദേഹത്തെക്കാളും അടുത്ത ആളാകുന്നു എന്നാണ്. ഓരോരുത്തരും തൻ്റെ സ്വന്തം ശരീരത്തെക്കാളും തനിക്ക് പ്രിയപ്പെട്ടതിനേക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. അതായത് സ്വന്തം താല്പര്യങ്ങളെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകണം. സ്വന്തത്തെക്കുറിച്ച് ഉത്കണ്ഠയേക്കാൾ അവിടത്തെക്കുറിച്ച് ഉത്കണ്ഠ ഉണ്ടായിരിക്കണം. അടിയന്തര ഘട്ടങ്ങളിൽ സ്വന്തം ജീവൻ തന്നെ നൽകാൻ തയ്യാറാവണം. കൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന ആദർശം ജീവിതത്തിൽ നടപ്പാക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും പരിശ്രമിക്കണം. അവിടുത്തെ കൽപ്പനകൾക്കോ നടപടിക്രമങ്ങൾക്കോ യോജിക്കാത്തതൊന്നും സ്വീകരിക്കാനും പാടില്ല. അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കൽപ്പനകളെ അക്ഷരാർത്ഥത്തിൽ പാലിച്ചവരായിരുന്നു സ്വഹാബിമാർ. അവരുടെ ഹൃദയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബഹുമാനവും ഇഷ്ടവും ആദരവും നിറഞ്ഞ മറ്റൊരു വ്യക്തിയും ഉണ്ടായിട്ടില്ല. അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ അനുചരന്മാരെയും കുറിച്ച് ഇപ്രകാരം പറയുകയുണ്ടായി, അള്ളാഹുവാണ് സത്യം, മുഹമ്മദിൻ്റെ അനുചരന്മാർ അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് പോലെ അങ്ങേയറ്റത്തെ സ്നേഹം മറ്റൊരു സമുദായവും അവരുടെ നേതാവിനെ സ്നേഹിക്കുന്നതായി ഞാൻ കണ്ടിട്ടേയില്ല എന്ന്. ഉഹുദിൻ്റെ ദിവസം അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, താങ്കളുടെ സുരക്ഷയ്ക്കായി എൻ്റെ മാതാപിതാക്കളെ ഞാൻ പകരം നൽകാം. റസൂലേ, നിങ്ങൾ മുകളിലെത്തി നോക്കരുത്. അങ്ങനെ ചെയ്താൽ അങ്ങേക്ക് ശത്രുക്കളുടെ അമ്പേൽക്കും. താങ്കളുടെ നെഞ്ചിന് മുന്നിൽ പരിചയെന്നോളം എൻ്റെ നെഞ്ചുണ്ടാകും. ഉഹുദ് യുദ്ധത്തിൻ്റെ പോർക്കളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ സംരക്ഷിച്ച സ്വഹാബിയായിരുന്നു ത്വൽഹ റളിയല്ലാഹു അൻഹു. ബുഖാരിയിൽ ഉദ്ധരിച്ച ഹദീസിലാണ് ഇപ്രകാരം കാണുന്നത്. ഉഹുദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വധിക്കപ്പെട്ടെന്ന വിവരം അറിഞ്ഞ് ഓടിക്കതച്ചെത്തി വരികയായിരുന്ന ഒരു സ്വഹാബി വനിത. അപ്പോഴാണ് ആരോ അവരോട് അവരുടെ ഭർത്താവും മകനും പിതാവും സഹോദരനും വധിക്കപ്പെട്ട വിവരം പറയുന്നത്. പക്ഷേ അവർക്കറിയേണ്ടിയിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിപ്പുണ്ടോ എന്നായിരുന്നു. അദ്ദേഹത്തിന് വല്ല അപകടവും സംഭവിച്ചു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുരക്ഷിതരാണെന്ന് ഉറപ്പുവാക്കിയ ശേഷം അവർ പ്രഖ്യാപിച്ചു, പ്രവാചകരെ, അങ്ങ് സുരക്ഷിതരാണെങ്കിൽ മറ്റെല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും എനിക്ക് നിസ്സാരമാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിട്ട് 1400-ലധികം വർഷം കഴിഞ്ഞു. നമ്മെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നതിൻ്റെ പ്രധാന ഉദ്ദേശം തിരുസുന്നത്തിനെ സ്നേഹിക്കലാണ്, അഥവാ അത് ജീവിതത്തിൽ പകർത്തലാണ്. പ്രവാചകൻ നടപ്പിലാക്കാത്ത ഒരു കാര്യവും നാം ജീവിതത്തിൽ നടപ്പാക്കാൻ പാടുള്ളതല്ല. തിരുസുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുവാനും പകർന്നു നൽകുവാനും നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.